യെസ്, 16th ഒക്ടോബർ. എൻ്റെ എൻട്രി സെറ്റപ്പും കാര്യങ്ങളും നോക്കാം. 1 മിനിറ്റിൻ്റെ ക്യാൻഡിലും 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലുമാണ് ഉള്ളത്. ഇന്നലത്തെ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് പ്രകാരം ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇവിടുന്ന് ഒരു ചെറിയൊരു അപ് ട്രെൻഡ് എടുത്തിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഇവിടെയൊക്കെ റിജക്ഷൻ ഏരിയയാണ്. ഇവിടുന്ന് ഈ മേലൊക്കെ റിജക്ഷൻ ഏരിയയാണ് പ്രീവിയസ് പ്രൈസ് ആക്ഷൻസ് പ്രകാരമുള്ള. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഗ്ലോബൽ ക്യൂസും കാര്യങ്ങളൊക്കെ പോസിറ്റിവിറ്റി ഒക്കെയാണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ബട്ട് നമ്മൾ എൻട്രി എക്സിക്യൂട്ട് ചെയ്തത് ഒരു ഷോർട്ട് സെൽ ചെയ്തിട്ടാണ്. ഈ ഒരു 50 മിനിറ്റ്സിൻ്റെ റിജക്ഷനാണ് അതിന് കാരണം. ഈ ഒരു പോയിന്റിൽ നിന്ന് റിജക്ഷൻ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാൻഡിൽ തന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചു മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ടാണ് പോവുക എന്നുള്ളത്. അങ്ങനെ 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടി. അങ്ങനെയാണ് നമ്മൾ എൻട്രി ഷോർട്ട് സെല്ലിന് എക്സിക്യൂട്ട് ചെയ്തത്. ബട്ട് മാർക്കറ്റ് തിരിച്ച് അപ് ട്രെൻഡിലോട്ടാണ് പോയത്. അതിനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലുള്ള ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. ഇവിടുന്ന് ആണ് പ്രൈസ് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയത്. അതുപോലെ തന്നെ 25,400 ഈ ഒരു 400-ലെ പുട്ട് ബിൽഡപ്പ് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. പിന്നെ അപ് ട്രെൻഡിൽ ആണ് മാർക്കറ്റ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഡൗൺ ട്രെൻഡിലോട്ടുള്ള എൻട്രി ആണ്. മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ എൻട്രി എടുക്കാനും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണിത്. മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോസിൽ ഉണ്ടാവും. ഓക്കെ, ബൈ.